ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കൊഞ്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം നന്നായിട്ട് കഴുകുന്നത് നമ്മളിതിൻ്റെ തോട് മാറ്റിയിട്ടല്ല, തോടോട് കൂടിയാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ 3-5 വെള്ളത്തിൽ ഒലച്ച് കഴുകിയെടുക്കണം. അതാണ്ട് ആകപ്പാടെ നമ്മളിതിൻ്റെ കളയുന്നത് ആ നാരുകളും ആ തലയുടെ ആ മുള്ളുഭാഗവും വാലിൻ്റെ ആ ഒരു മുള്ളുഭാഗം മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നോളെ. അതിനുശേഷം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുക്കാം. ഞാൻ മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രം മതി, ഇഞ്ചി വേണ്ട. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം, വാളംപുളിയുടെ വെള്ളം. ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളത് ആക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ കൊഞ്ചിൻ്റെ അകത്ത് ഇത് നിറയ്ക്കുമ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ ഈ കൊഞ്ചിൻ്റെ തോലോട് കൂടി എടുക്കുന്നത് കൊണ്ട് തന്നെ അരപ്പ് അകത്ത് തേക്കാനായിട്ട് കൊഞ്ചിൻ്റെ മുകളിലൂടെ കത്രിക വെച്ച് ആ തോട് ഇത്രയും കട്ട് ചെയ്ത് കൊടുക്കണം, നേരെ കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ മസാല അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ നിറയ്ക്കണം. ആ തോട് മാറ്റി കൊടുത്തിട്ട് മസാലയെല്ലാം അകത്ത് തേക്കണം. അതുപോലെ ഞാൻ എല്ലാം ആക്കി എടുക്കുകയാണേ. അതുപോലെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പുറകുവശത്തും മസാല തേച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഭാഗമുണ്ടല്ലോ, അവിടെയും തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തലയുടെ ആ തോട് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ആ മസാലകളെല്ലാം തന്നെ അതിൽ പിടിച്ച് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഈർക്കൽ ഇതിൻ്റെ നടുവിനെ കുത്തി എടുക്കണം. എങ്കിൽ മാത്രമേ ഈ കൊഞ്ച് നേരെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ തന്നെ അത് ചുരുങ്ങിപ്പോവും. അപ്പോൾ തന്നെ നമ്മുടെ ആ കീറിയ ഭാഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈർക്കലെല്ലാം കുത്തി നേരെ വെച്ചിട്ടുണ്ട്. ആ 3ഉം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, കൊഞ്ച് വേവുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ വേവില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ വെന്ത് വന്നോളും. അങ്ങനെ ഒരു സൈഡ് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടുത്ത സൈഡ് സെറ്റായി കഴിയുമ്പം നമ്മൾ പിന്നെ ചെയ്യുന്നത് ആ കീറിയ ഒരു ഭാഗമില്ലേ, അത് വെറും ഒരു 2 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കൊഞ്ച് ഫ്രൈ ഇവിടെ തയ്യാറാണ്. സാധാരണ എല്ലാവരും തോടൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.